ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മുഴുവൻ പാഠഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. യൂദായിലെ ഒരു ബത്ലഹേംകാരനായ എലിമലേക്കിന്റെ ഭാര്യ ആര്? ഓപ്ഷൻ എ റാഹേൽ, ഓപ്ഷൻ ബി റൂത്ത്, ഓപ്ഷൻ സി നവോമി, ഓപ്ഷൻ ഡി ഓർഫ. ഉത്തരം ഓപ്ഷൻ സി നവോമി. വിവാഹത്തിന് ശേഷം എത്ര വർഷം കഴിഞ്ഞ് കിലിയോൺ മരണമടഞ്ഞു? ഓപ്ഷൻ എ 11, ഓപ്ഷൻ ബി 14, ഓപ്ഷൻ സി 9, ഓപ്ഷൻ ഡി 10. ഉത്തരം ഓപ്ഷൻ ഡി 10. റൂത്ത് ബോവാസിനെ വിളിച്ചത് എന്ത്? ഓപ്ഷൻ എ സഹോദര, ഓപ്ഷൻ ബി യജമാനനെ, ഓപ്ഷൻ സി പ്രഭോ, ഓപ്ഷൻ ഡി സ്നേഹിത. ഉത്തരം ഓപ്ഷൻ ബി യജമാനനെ. റൂത്ത് 1:8 മരുമക്കളോട് എങ്ങോട്ട് മടങ്ങിപ്പോകുവാനാണ് നവോമി പറയുന്നത്? ഓപ്ഷൻ എ മാതൃഭവനത്തിലേക്ക്, ഓപ്ഷൻ ബി സ്വന്തം നാട്ടിലേക്ക്, ഓപ്ഷൻ സി പിതൃഭവനത്തിലേക്ക്, ഓപ്ഷൻ ഡി ബന്ധുജനങ്ങളുടെ അടുത്തേക്ക്. ഉത്തരം ഓപ്ഷൻ എ മാതൃഭവനത്തിലേക്ക്. റൂത്ത് 3:15 പ്രകാരം എത്ര അളവ് ബാർലിയാണ് ബോവാസ് റൂത്തിന്റെ മേലങ്കിയിലിട്ട് അവളുടെ തലയിൽ വെച്ചു കൊടുത്തത്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 4. ഉത്തരം ഓപ്ഷൻ സി 6. അമ്മയിൽ നിന്നും തന്നെ വേർപെടുത്താൻ സാധ്യതയുള്ളതായി റൂത്ത് കാണുന്നത് എന്ത്? ഓപ്ഷൻ എ യാത്ര, ഓപ്ഷൻ ബി യുദ്ധം, ഓപ്ഷൻ സി പലായനം, ഓപ്ഷൻ ഡി മരണം. ഉത്തരം ഓപ്ഷൻ ഡി മരണം. ദാവീദിന്റെ പിതാവ് ആര്? ഓപ്ഷൻ എ ഓബദ്, ഓപ്ഷൻ ബി ജസ്സെ, ഓപ്ഷൻ സി പേരസ്, ഓപ്ഷൻ ഡി തോഹു. ഉത്തരം ഓപ്ഷൻ ബി ജസ്സെ. റൂത്തിന്റെ പുസ്തകത്തിലെ 1-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ എ 24, ഓപ്ഷൻ ബി 23, ഓപ്ഷൻ സി 22, ഓപ്ഷൻ ഡി 21. ഉത്തരം ഓപ്ഷൻ സി 22. നവോമി ഡാഷ് മാറോടണച്ചു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ശിശുവിനെ, ഓപ്ഷൻ ബി കുട്ടിയെ, ഓപ്ഷൻ സി പൈതലിനെ, ഓപ്ഷൻ ഡി കുഞ്ഞിനെ. ഉത്തരം ഓപ്ഷൻ എ ശിശുവിനെ. ഭക്ഷണ സമയത്ത് ബോവാസ് റൂത്തിന് എന്താണ് കൊടുത്തത്? ഓപ്ഷൻ എ ധാന്യം, ഓപ്ഷൻ ബി മലർ, ഓപ്ഷൻ സി പഴങ്ങൾ, ഓപ്ഷൻ ഡി മാംസം. ഉത്തരം ഓപ്ഷൻ ബി മലർ. നഗരത്തിൽ നിന്ന് ആരെ കൂടി ബോവാസ് വിളിച്ചു കൊണ്ടുവന്നു? ഓപ്ഷൻ എ ശ്രേഷ്ഠന്മാരെ, ഓപ്ഷൻ ബി പുരോഹിതരെ, ഓപ്ഷൻ സി ബന്ധുക്കളെ, ഓപ്ഷൻ ഡി ശ്രേഷ്ഠന്മാരായ 10 പേരെ. ഉത്തരം ഓപ്ഷൻ ഡി ശ്രേഷ്ഠന്മാരായ 10 പേരെ. സൽമോന്റെ പുത്രൻ ആര്? ഓപ്ഷൻ എ ഓബദ്, ഓപ്ഷൻ ബി പേരസ്, ഓപ്ഷൻ സി ഹെബ്രോൺ, ഓപ്ഷൻ ഡി ജെസ്സെ. ഉത്തരം ഓപ്ഷൻ ബി പേരസ്. 1 സാമുവൽ 1:8 ഭർത്താവായ എൽക്കാന ഹന്നയോട് എത്ര ചോദ്യങ്ങൾ ചോദിച്ചു? ഓപ്ഷൻ എ 4, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 5. ഉത്തരം ഓപ്ഷൻ സി 3. ഏലിയുടെ പുത്രന്മാരുടെ പാപം ഡാഷ് ഗുരുതരമായി തീർന്നു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ കർത്താവിന്റെ സന്നിധിയിൽ, ഓപ്ഷൻ ബി പുരോഹിതന്മാരുടെ സന്നിധിയിൽ, ഓപ്ഷൻ സി ദൈവസന്നിധിയിൽ, ഓപ്ഷൻ ഡി ജനങ്ങൾക്കിടയിൽ. ഉത്തരം ഓപ്ഷൻ സി ദൈവസന്നിധിയിൽ. എവിടെയുള്ള കർത്താവിന്റെ ആലയത്തിലേക്കാണ് ബാലനായ സാമുവേലിനെയും കൂട്ടി ഹന്ന വന്നത്? ഓപ്ഷൻ എ ഏനോൻ, ഓപ്ഷൻ ബി ഷീലോ, ഓപ്ഷൻ സി സാലേം, ഓപ്ഷൻ ഡി കൈത്ത്. ഉത്തരം ഓപ്ഷൻ ബി ഷീലോ. എന്നെ ആദരിക്കുന്നവരെ ഞാനും ആദരിക്കും, എന്നെ നിരസിക്കുന്നവർ നിന്ദിക്കപ്പെടും. അധ്യായവും വാക്യവും എഴുതുക. ഓപ്ഷൻ എ 1 സാമുവൽ 2:20, ഓപ്ഷൻ ബി 1 സാമുവൽ 2:22, ഓപ്ഷൻ സി 1 സാമുവൽ 2:31, ഓപ്ഷൻ ഡി 1 സാമുവൽ 2:30. ഉത്തരം ഓപ്ഷൻ ഡി 1 സാമുവൽ 2:30. കർത്താവ് സാമുവലിന് ദർശനം നൽകിയത് എവിടെ വെച്ച്? ഓപ്ഷൻ എ എഫ്രോൺ, ഓപ്ഷൻ ബി ഷാലോം, ഓപ്ഷൻ സി ഷീലോ, ഓപ്ഷൻ ഡി സിയോൺ. ഉത്തരം ഓപ്ഷൻ സി ഷീലോ. 1 സാമുവൽ 4:1 ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വന്നവർ ആര്? ഓപ്ഷൻ എ ഫിലിസ്തീയർ, ഓപ്ഷൻ ബി മോവാബ്യർ, ഓപ്ഷൻ സി അമ്മോനിയർ, ഓപ്ഷൻ ഡി കാനാനിയർ. ഉത്തരം ഓപ്ഷൻ എ ഫിലിസ്തീയർ. എത്രത്തോളം ആളുകളെയാണ് ഫിലിസ്തീയർ യുദ്ധക്കളത്തിൽ വധിച്ചത്? ഓപ്ഷൻ എ 3000-ഓളം പേരെ, ഓപ്ഷൻ ബി 5000-ഓളം പേരെ, ഓപ്ഷൻ സി 4000-ഓളം പേരെ, ഓപ്ഷൻ ഡി 2000-ഓളം പേരെ. ഉത്തരം ഓപ്ഷൻ സി 4000-ഓളം പേരെ. ഇക്കാബോദ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? ഓപ്ഷൻ എ മഹത്വം, ഓപ്ഷൻ ബി ഉന്നതമായത്, ഓപ്ഷൻ സി മഹത്തരമായത്, ഓപ്ഷൻ ഡി മഹത്വമില്ല. ഉത്തരം ഓപ്ഷൻ ഡി മഹത്വമില്ല. ഏലി എത്ര വർഷമാണ് ഇസ്രയേലിൽ ന്യായാധിപൻ ആയിരുന്നത്? ഓപ്ഷൻ എ 40 വർഷം, ഓപ്ഷൻ ബി 44 വർഷം, ഓപ്ഷൻ സി 42 വർഷം, ഓപ്ഷൻ ഡി 41 വർഷം. ഉത്തരം ഓപ്ഷൻ എ 40 വർഷം.
കർത്താവിന്റെ പേടകം ഡാഷ് മാസം ഫിലിസ്തീനയുടെ രാജ്യത്തായിരുന്നു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 7, ഓപ്ഷൻ സി 8, ഓപ്ഷൻ ഡി 6. ഉത്തരം ഓപ്ഷൻ ബി 7. കർത്താവിന് പ്രാശ്ചിത്ത ബലിയായി ഫിലിസ്തീർ സമർപ്പിച്ച സ്വർണ്ണക്കുരുക്കളിൽ അഞ്ചാമത്തേത് ഏത് ദേശത്തിന് വേണ്ടിയായിരുന്നു? ഓപ്ഷൻ എ അഷ്ദോദ്, ഓപ്ഷൻ ബി ഗാസ, ഓപ്ഷൻ സി എക്രോൺ, ഓപ്ഷൻ ഡി ഗത്ത്. ഉത്തരം ഓപ്ഷൻ സി എക്രോൺ. സാമുവൽ നീതിപാലനം നടത്തുകയും കർത്താവിനൊരു ബലിപീഠം നിർമ്മിക്കുകയും ചെയ്ത സ്ഥലം ഏത്? ഓപ്ഷൻ എ മിസ്പ, ഓപ്ഷൻ ബി ഗിൽഗാൽ, ഓപ്ഷൻ സി ബഥേൽ, ഓപ്ഷൻ ഡി റാമ. ഉത്തരം ഓപ്ഷൻ ഡി റാമ. കൊഹലത്ത് എന്ന പദം ഏത് ഭാഷയാണ്? ഓപ്ഷൻ എ ഹീബ്രു, ഓപ്ഷൻ ബി ഗ്രീക്ക്, ഓപ്ഷൻ സി ലാറ്റിൻ, ഓപ്ഷൻ ഡി അരമായ. ഉത്തരം ഓപ്ഷൻ എ ഹീബ്രു. സഭാ പ്രസംഗകൻ ഏത് രാജ്യത്തെ രാജാവാണ്? ഓപ്ഷൻ എ യൂദയ, ഓപ്ഷൻ ബി എക്രോൺ, ഓപ്ഷൻ സി ജെറുസലേം, ഓപ്ഷൻ ഡി അന്ത്യോക്യ. ഉത്തരം ഓപ്ഷൻ സി ജെറുസലേം. തലമുറകൾ വരുന്നു പോകുന്നു എന്നേക്കും നിലനിൽക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ആകാശം, ഓപ്ഷൻ ബി ഭൂമി, ഓപ്ഷൻ സി പ്രപഞ്ചം, ഓപ്ഷൻ ഡി ദൈവം. ഉത്തരം ഓപ്ഷൻ ബി ഭൂമി. ജ്ഞാനമേറുമ്പോൾ ഏറുന്നത് എന്ത്? ഓപ്ഷൻ എ സങ്കടം, ഓപ്ഷൻ ബി സന്തോഷം, ഓപ്ഷൻ സി സമ്പത്ത്, ഓപ്ഷൻ ഡി ദുഃഖം. ഉത്തരം ഓപ്ഷൻ ഡി ദുഃഖം. ജെറുസലേമിൽ മുമ്പുണ്ടായിരുന്ന എല്ലാ രാജാക്കന്മാരെയും കാളധികം എന്താണ് സഭാപ്രസംഗകൻ സമ്പാദിച്ചത്? ഓപ്ഷൻ എ ജ്ഞാനം, ഓപ്ഷൻ ബി സമ്പത്ത്, ഓപ്ഷൻ സി അറിവ്, ഓപ്ഷൻ ഡി പ്രശസ്തി. ഉത്തരം ഓപ്ഷൻ എ ജ്ഞാനം. ഭോഷത്വത്തെ അതിശയിക്കുന്നത് എന്ത്? ഓപ്ഷൻ എ ധനം, ഓപ്ഷൻ ബി ജ്ഞാനം, ഓപ്ഷൻ സി സമ്പത്ത്, ഓപ്ഷൻ ഡി പ്രശസ്തി. ഉത്തരം ഓപ്ഷൻ ബി ജ്ഞാനം. ഭോഷൻ എവിടെ നടക്കുന്നു? ഓപ്ഷൻ എ സ്വപ്നത്തിൽ, ഓപ്ഷൻ ബി മിഥ്യയിൽ, ഓപ്ഷൻ സി അന്ധകാരത്തിൽ, ഓപ്ഷൻ ഡി ഇരുട്ടിൽ. ഉത്തരം ഓപ്ഷൻ ഡി ഇരുട്ടിൽ. സഭാപ്രസംഗകൻ 3:11 സമാനമായ ലേഖനഭാഗം ഏത്? ഓപ്ഷൻ എ റോമ 8:5, ഓപ്ഷൻ ബി റോമ 11:33, ഓപ്ഷൻ സി റോമ 13:1, ഓപ്ഷൻ ഡി റോമ 12:33. ഉത്തരം ഓപ്ഷൻ ബി റോമ 11:33. ദൈവത്തിന്റെ പ്രവൃത്തികളെല്ലാം ഡാഷ് ആണെന്ന് ഞാൻ അറിയുന്നു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ സത്യമാണെന്ന്, ഓപ്ഷൻ ബി ശാശ്വതമാണെന്ന്, ഓപ്ഷൻ സി നല്ലതാണെന്ന്, ഓപ്ഷൻ ഡി ഉത്തമമാണെന്ന്. ഉത്തരം ഓപ്ഷൻ ബി ശാശ്വതമാണെന്ന്. മനുഷ്യന് മൃഗത്തേക്കാൾ യാതൊരു മേന്മയുമില്ല. ഇതിനു ശേഷം വരുന്ന വചനം ഏത്? ഓപ്ഷൻ എ എല്ലാം ഒരിടത്തേക്ക് പോകുന്നു, ഓപ്ഷൻ ബി എല്ലാം പൊടിയിൽ നിന്നും ഉണ്ടായി, ഓപ്ഷൻ സി എല്ലാം മിഥ്യയാണ്, ഓപ്ഷൻ ഡി എല്ലാം പൊടിയിലേക്ക് മടങ്ങുന്നു. ഉത്തരം ഓപ്ഷൻ സി എല്ലാം മിഥ്യയാണ്. ന്യായപീഠത്തിൽ കുടികൊള്ളുന്നത് എന്ത്? ഓപ്ഷൻ എ നീതി, ഓപ്ഷൻ ബി ന്യായം, ഓപ്ഷൻ സി തിന്മ, ഓപ്ഷൻ ഡി സത്യം. ഉത്തരം ഓപ്ഷൻ സി തിന്മ. സഭാപ്രസംഗകൻ 4:3 സമാനമായ പഴയ നിയമഭാഗം ഏത്? ഓപ്ഷൻ എ നിയമാവർത്തനം 23:22, ഓപ്ഷൻ ബി ജോബ് 3:16, ഓപ്ഷൻ സി നിയമാവർത്തനം 22:23, ഓപ്ഷൻ ഡി ജോബ് 3:6. ഉത്തരം ഓപ്ഷൻ ബി ജോബ് 3:16. കയ്യും കെട്ടിയിരുന്ന് ക്ഷയിക്കുന്നത് ആര്? ഓപ്ഷൻ എ പാപി, ഓപ്ഷൻ ബി രാജാവ്, ഓപ്ഷൻ സി ഭോഷൻ, ഓപ്ഷൻ ഡി ധനികൻ. ഉത്തരം ഓപ്ഷൻ സി ഭോഷൻ. വാക്കുകളേറുമ്പോൾ അത് ഡാഷ് ആകും. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ മൂഢജൽപ്പനം, ഓപ്ഷൻ ബി ഭോഷത്വം, ഓപ്ഷൻ സി മൂഢത്വം, ഓപ്ഷൻ ഡി വിഡ്ഢിത്തം. ഉത്തരം ഓപ്ഷൻ എ മൂഢജൽപ്പനം. തൻ്റെ തന്നെ നാശത്തിന് മുതൽ സൂക്ഷിക്കുന്നവൻ ആര്? ഓപ്ഷൻ എ പാപി, ഓപ്ഷൻ ബി കള്ളൻ, ഓപ്ഷൻ സി അത്യാഗ്രഹി, ഓപ്ഷൻ ഡി ധനികൻ. ഉത്തരം ഓപ്ഷൻ ഡി ധനികൻ. ധനികന്റെ ഉറക്കം കെടുത്തുന്നത് എന്ത്? ഓപ്ഷൻ എ അമിത സന്തോഷം, ഓപ്ഷൻ ബി അമിത സമ്പാദ്യം, ഓപ്ഷൻ സി അമിത ഭക്ഷണം, ഓപ്ഷൻ ഡി അമിത അധ്വാനം. ഉത്തരം ഓപ്ഷൻ ബി അമിത സമ്പാദ്യം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം എവിടെ വെച്ചു രചിക്കപ്പെട്ടു എന്നാണ് അനുമാനിക്കുന്നത്? ഓപ്ഷൻ എ കൊറിന്തോസിൽ, ഓപ്ഷൻ ബി എഫെസോസിൽ, ഓപ്ഷൻ സി യൂദയായിൽ, ഓപ്ഷൻ ഡി റോമായിൽ. ഉത്തരം ഓപ്ഷൻ ബി എഫെസോസിൽ. യോഹന്നാൻ 1:45 സമാനമായ പഴയ നിയമഭാഗം ഏത്? ഓപ്ഷൻ എ സങ്കീർത്തനം 2:7, ഓപ്ഷൻ ബി നിയമാവർത്തനം 18:19, ഓപ്ഷൻ സി സങ്കീർത്തനം 12:7, ഓപ്ഷൻ ഡി നിയമാവർത്തനം 18:18.
ഉത്തരം ഓപ്ഷൻ ഡി നിയമാവർത്തനം 18:18. നിയമം ആരു വഴിയാണ് നൽകപ്പെട്ടത്? ഓപ്ഷൻ എ മോശ, ഓപ്ഷൻ ബി വിശുദ്ധ ഗ്രന്ഥം, ഓപ്ഷൻ സി അബ്രാഹാം, ഓപ്ഷൻ ഡി യേശുക്രിസ്തു. ഉത്തരം ഓപ്ഷൻ എ മോശ. ഗലീലിയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നത് എത്രാം ദിവസമാണ്? ഓപ്ഷൻ എ 2-ാം ദിവസം, ഓപ്ഷൻ ബി 3-ാം ദിവസം, ഓപ്ഷൻ സി 4-ാം ദിവസം, ഓപ്ഷൻ ഡി 7-ാം ദിവസം. ഉത്തരം ഓപ്ഷൻ ബി 3-ാം ദിവസം. വന്നു കാണുക എന്ന് കേട്ട് യേശുവിനെ അനുഗമിച്ച ആ ശിഷ്യന്മാർ അവനോടൊപ്പം വസിക്കാൻ കയറിയത് എത്രാം മണിക്കൂറിലാണ്? ഓപ്ഷൻ എ 6-ാം മണിക്കൂറിൽ, ഓപ്ഷൻ ബി 7-ാം മണിക്കൂറിൽ, ഓപ്ഷൻ സി 10-ാം മണിക്കൂറിൽ, ഓപ്ഷൻ ഡി 9-ാം മണിക്കൂറിൽ. ഉത്തരം ഓപ്ഷൻ സി 10-ാം മണിക്കൂറിൽ. തിരുനാളിന് അവൻ ജെറുസലേമിലായിരിക്കുമ്പോൾ പ്രവർത്തിച്ച അടയാളങ്ങൾ കണ്ട് ഡാഷ് അവന്റെ നാമത്തിൽ വിശ്വസിച്ചു. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ വളരെ പേർ, ഓപ്ഷൻ ബി ജനക്കൂട്ടം, ഓപ്ഷൻ സി ശിഷ്യന്മാർ, ഓപ്ഷൻ ഡി യഹൂദർ. ഉത്തരം ഓപ്ഷൻ എ വളരെ പേർ. പീലിപ്പോസ് എവിടെ നിന്നുള്ളവൻ ആയിരുന്നു? ഓപ്ഷൻ എ ബഥാനിയ, ഓപ്ഷൻ ബി ബെത്സൈദ, ഓപ്ഷൻ സി കഫർനാം, ഓപ്ഷൻ ഡി ജെറുസലേം. ഉത്തരം ഓപ്ഷൻ ബി ബെത്സൈദ. ആരാണ് വെളിച്ചത്തിലേക്ക് വരുന്നത്? ഓപ്ഷൻ എ സത്യം പ്രവർത്തിക്കുന്നവൻ, ഓപ്ഷൻ ബി നീതി പ്രവർത്തിക്കുന്നവൻ, ഓപ്ഷൻ സി വിവേകമുള്ളവൻ, ഓപ്ഷൻ ഡി അനുസരണമുള്ളവൻ. ഉത്തരം ഓപ്ഷൻ എ സത്യം പ്രവർത്തിക്കുന്നവൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള എത്ര കൽഭരണികളാണ് കാനായിലെ ഭവനത്തിൽ ഉണ്ടായിരുന്നത്? ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 6, ഓപ്ഷൻ ഡി 9. ഉത്തരം ഓപ്ഷൻ സി 6. യാക്കോബിന്റെ കിണർ സ്ഥിതി ചെയ്തിരുന്ന പട്ടണം ഏത്? ഓപ്ഷൻ എ യൂദയ, ഓപ്ഷൻ ബി കഫർനാം, ഓപ്ഷൻ സി സിക്കാർ, ഓപ്ഷൻ ഡി സമരിയ. ഉത്തരം ഓപ്ഷൻ സി സിക്കാർ. ജെറുസലേം ദേവാലയം പണി കഴിപ്പിക്കാൻ എത്ര സംവത്സരം എടുത്തു? ഓപ്ഷൻ എ 40, ഓപ്ഷൻ ബി 44, ഓപ്ഷൻ സി 48, ഓപ്ഷൻ ഡി 46. ഉത്തരം ഓപ്ഷൻ ഡി 46. യേശു രാജസേവകന്റെ പുത്രനെ സുഖപ്പെടുത്തിയ സ്ഥലം ഏത്? ഓപ്ഷൻ എ കഫർനാം, ഓപ്ഷൻ ബി ഗലീലി, ഓപ്ഷൻ സി ജെറുസലേം, ഓപ്ഷൻ ഡി കാന. ഉത്തരം ഓപ്ഷൻ എ കഫർനാം. തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. വചനഭാഗം ഏത്? ഓപ്ഷൻ എ യോഹന്നാൻ 3:12, ഓപ്ഷൻ ബി യോഹന്നാൻ 3:14, ഓപ്ഷൻ സി യോഹന്നാൻ 3:16, ഓപ്ഷൻ ഡി യോഹന്നാൻ 3:13. ഉത്തരം ഓപ്ഷൻ സി യോഹന്നാൻ 3:16. എന്റെ ഡാഷ് കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ഡാഷ് ഉണ്ട്. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ വചനം ജീവൻ, ഓപ്ഷൻ ബി വചനം നിത്യജീവൻ, ഓപ്ഷൻ സി സ്വരം നിത്യജീവൻ, ഓപ്ഷൻ ഡി വാക്ക് ജീവൻ. ഉത്തരം ഓപ്ഷൻ ബി വചനം നിത്യജീവൻ. പുത്രനിൽ വിശ്വസിക്കുന്നവന് എന്ത് ലഭിക്കുമെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻ എ നിത്യജീവൻ, ഓപ്ഷൻ ബി രക്ഷ, ഓപ്ഷൻ സി സ്വർഗരാജ്യം, ഓപ്ഷൻ ഡി കൃപ. ഉത്തരം ഓപ്ഷൻ എ നിത്യജീവൻ. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. ഏത് സന്ദർഭത്തിലാണ് യേശു ശിഷ്യന്മാരോട് ഇപ്രകാരം പറഞ്ഞത്? ഓപ്ഷൻ എ അപ്പം വർദ്ധിപ്പിക്കുന്നു, ഓപ്ഷൻ ബി നിത്യജീവന്റെ വചസ്സുകൾ, ഓപ്ഷൻ സി വെള്ളത്തിന് മീതെ നടക്കുന്നു, ഓപ്ഷൻ ഡി ലാസറിന്റെ ഉയർപ്പ്. ഉത്തരം ഓപ്ഷൻ സി വെള്ളത്തിന് മീതെ നടക്കുന്നു. ഏതു മണിക്കൂറിലാണ് രാജസേവകന്റെ മകന്റെ പനി വിട്ടുമാറിയത്? ഓപ്ഷൻ എ 3-ാം മണിക്കൂറിൽ, ഓപ്ഷൻ ബി 4-ാം മണിക്കൂറിൽ, ഓപ്ഷൻ സി 7-ാം മണിക്കൂറിൽ, ഓപ്ഷൻ ഡി 5-ാം മണിക്കൂറിൽ. ഉത്തരം ഓപ്ഷൻ സി 7-ാം മണിക്കൂറിൽ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ഏത് സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യേശു ഇത് പറഞ്ഞത്? ഓപ്ഷൻ എ കഫർനാമിലെ സിനഗോഗിൽ, ഓപ്ഷൻ ബി യൂദയായിലെ സിനഗോഗിൽ, ഓപ്ഷൻ സി ഗലീലിയിലെ സിനഗോഗിൽ, ഓപ്ഷൻ ഡി ജെറുസലേമിലെ സിനഗോഗിൽ. ഉത്തരം ഓപ്ഷൻ എ കഫർനാമിലെ സിനഗോഗിൽ. പിതാവിന്റെ സന്നിധിയിൽ ആരാണ് നിങ്ങളെ കുറ്റം വിധിക്കുന്നതെന്നാണ് യേശു പറഞ്ഞത്? ഓപ്ഷൻ എ അബ്രാഹം, ഓപ്ഷൻ ബി യേശു ക്രിസ്തു, ഓപ്ഷൻ സി മോശ, ഓപ്ഷൻ ഡി പൂർവ്വപിതാക്കന്മാർ. ഉത്തരം ഓപ്ഷൻ സി മോശ. ഇവനെയല്ലേ അവർ കൊല്ലാൻ അന്വേഷിക്കുന്നത്? ആരുടെ വാക്കുകൾ? ഓപ്ഷൻ എ ജെറുസലേമിലുള്ളവർ, ഓപ്ഷൻ ബി ജനക്കൂട്ടത്തിൽ ചിലർ, ഓപ്ഷൻ സി ഫരിസേയരിൽ ചിലർ, ഓപ്ഷൻ ഡി ജെറുസലേം നിവാസികളിൽ ചിലർ. ഉത്തരം ഓപ്ഷൻ ഡി ജെറുസലേം നിവാസികളിൽ ചിലർ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? ഓപ്ഷൻ എ 71, ഓപ്ഷൻ ബി 70, ഓപ്ഷൻ സി 69, ഓപ്ഷൻ ഡി 72. ഉത്തരം ഓപ്ഷൻ എ 71. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വചനഭാഗം എഴുതുക.
ഓപ്ഷൻ എ യോഹന്നാൻ 8 അധ്യായം 21 മുതൽ 30 വരെ. ഓപ്ഷൻ ബി യോഹന്നാൻ 8 അധ്യായം 31 മുതൽ 30 വരെ. ഓപ്ഷൻ സി യോഹന്നാൻ 8 അധ്യായം 31 മുതൽ 38 വരെ. ഓപ്ഷൻ ഡി യോഹന്നാൻ 8 അധ്യായം 32 മുതൽ 36 വരെ. ഉത്തരം ഓപ്ഷൻ സി യോഹന്നാൻ 8 അധ്യായം 31 മുതൽ 38 വരെയുള്ള വചനഭാഗങ്ങൾ. തന്റെ ശരീരം നമുക്ക് ഭക്ഷണമായി തരാൻ ഇവനെങ്ങനെ കഴിയും എന്ന് ചോദിച്ചത് ആര്? ഓപ്ഷൻ എ ശിഷ്യന്മാർ, ഓപ്ഷൻ ബി യഹൂദന്മാർ, ഓപ്ഷൻ സി ഫരിസേയർ, ഓപ്ഷൻ ഡി അധികാരികളിൽ ചിലർ. ഉത്തരം ഓപ്ഷൻ ബി യഹൂദന്മാർ. റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ് എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ഓപ്ഷൻ എ ജനങ്ങൾ, ഓപ്ഷൻ ബി യഹൂദർ, ഓപ്ഷൻ സി നിയമജ്ഞർ, ഓപ്ഷൻ ഡി ശിഷ്യന്മാർ. ഉത്തരം ഓപ്ഷൻ ഡി ശിഷ്യന്മാർ. ജീവൻ നൽകുന്നത് എന്താണ്? ഓപ്ഷൻ എ വചനം, ഓപ്ഷൻ ബി ആത്മാവ്, ഓപ്ഷൻ സി യേശു, ഓപ്ഷൻ ഡി ദൈവം. ഉത്തരം ഓപ്ഷൻ ബി ആത്മാവ്. ആട്ടിൻകൂട്ടത്തിന്റെ ഉപമ എത്രാം അധ്യായത്തിലാണ്? ഓപ്ഷൻ എ 7, ഓപ്ഷൻ ബി 8, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 12. ഉത്തരം ഓപ്ഷൻ സി 10. ഞാൻ സ്വമേധയാ വന്നവനല്ല, എന്നെ അയച്ചവൻ ഡാഷ് ആണ്. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ സത്യവാനാണ്, ഓപ്ഷൻ ബി കാരുണ്യവാനാണ്, ഓപ്ഷൻ സി സർവശക്തനാണ്, ഓപ്ഷൻ ഡി നീതിമാനാണ്. ഉത്തരം ഓപ്ഷൻ എ സത്യവാനാണ്. ഞാൻ ദൈവപുത്രനാണ്. വചനഭാഗം ഏത്? ഓപ്ഷൻ എ യോഹന്നാൻ 10:32, ഓപ്ഷൻ ബി യോഹന്നാൻ 10:37, ഓപ്ഷൻ സി യോഹന്നാൻ 10:34, ഓപ്ഷൻ ഡി യോഹന്നാൻ 10:31. ഉത്തരം ഓപ്ഷൻ ബി യോഹന്നാൻ 10:36. ഒരു പ്രവാചകനും ഡാഷ് നിന്നും വരുന്നില്ല. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ നസ്രത്തിൽ, ഓപ്ഷൻ ബി ജെറുസലേമിൽ, ഓപ്ഷൻ സി ഗലീലിയിൽ, ഓപ്ഷൻ ഡി സ്വന്തം നാട്ടിൽ. ഉത്തരം ഓപ്ഷൻ സി ഗലീലിയിൽ. ഈ രോഗം മരണത്തിൽ അവസാനിക്കാനുള്ളതല്ല, പ്രത്യുത ദൈവത്തിന്റെ മഹത്വത്തിനും അതുവഴി ആര് മഹത്വം പ്രാപിക്കുന്നതിനും വേണ്ടിയാണ്. ഓപ്ഷൻ എ യേശു ക്രിസ്തു, ഓപ്ഷൻ ബി ദൈവപുത്രൻ, ഓപ്ഷൻ സി മനുഷ്യപുത്രൻ, ഓപ്ഷൻ ഡി ഏകജാതൻ. ഉത്തരം ഓപ്ഷൻ ബി ദൈവപുത്രൻ. നിനക്കിനിയും ഡാഷ് വയസ്സായിട്ടില്ല, എന്നിട്ടും നീ അബ്രഹത്തെ കണ്ടുവെന്നോ? വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ 60, ഓപ്ഷൻ ബി 70, ഓപ്ഷൻ സി 80, ഓപ്ഷൻ ഡി 50. ഉത്തരം ഓപ്ഷൻ ഡി 50. ഞാനാണ് പുനരുത്ഥാനവും ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. വചനഭാഗം ഏത്? ഓപ്ഷൻ എ യോഹന്നാൻ 11:8, ഓപ്ഷൻ ബി യോഹന്നാൻ 11:19, ഓപ്ഷൻ സി യോഹന്നാൻ 11:25, ഓപ്ഷൻ ഡി യോഹന്നാൻ 11:23. ഉത്തരം ഓപ്ഷൻ സി യോഹന്നാൻ 11:25. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കാത്തത്? ഓപ്ഷൻ എ പാപികളുടെ, ഓപ്ഷൻ ബി വഞ്ചകരുടെ, ഓപ്ഷൻ സി ധനികരുടെ, ഓപ്ഷൻ ഡി കപടനാട്യക്കാരുടെ. ഉത്തരം ഓപ്ഷൻ എ പാപികളുടെ. നോക്കൂ, ലോകം അവന്റെ പിന്നാലെ പോയി കഴിഞ്ഞു. ആരാണ് ഇപ്രകാരം പറഞ്ഞത്? ഓപ്ഷൻ എ നിയമജ്ഞർ, ഓപ്ഷൻ ബി ജനക്കൂട്ടം, ഓപ്ഷൻ സി ഫരിസേയർ, ഓപ്ഷൻ ഡി യഹൂദർ. ഉത്തരം ഓപ്ഷൻ സി ഫരിസേയർ. വിശ്വസിച്ചാൽ നീ ഡാഷ് ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ദൈവമഹത്വം, ഓപ്ഷൻ ബി ദൈവകൃപ, ഓപ്ഷൻ സി അടയാളങ്ങൾ, ഓപ്ഷൻ ഡി അത്ഭുതങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ ദൈവമഹത്വം. ഞാൻ ഭൂമിയിൽ നിന്ന് ഡാഷ് എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ ഉയരുമ്പോൾ, ഓപ്ഷൻ ബി ഉയർത്തപ്പെടുമ്പോൾ, ഓപ്ഷൻ സി ആരോഹണം ചെയ്യുമ്പോൾ, ഓപ്ഷൻ ഡി സംവഹിക്കപ്പെടുമ്പോൾ. ഉത്തരം ഓപ്ഷൻ ബി ഉയർത്തപ്പെടുമ്പോൾ. ആലോചന സംഘം വിളിച്ചു കൂട്ടിയത് ആര്? ഓപ്ഷൻ എ പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും, ഓപ്ഷൻ ബി ഫരിസേയരും നിയമജ്ഞരും, ഓപ്ഷൻ സി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും, ഓപ്ഷൻ ഡി പുരോഹിതന്മാരും ഫരിസേയരും. ഉത്തരം ഓപ്ഷൻ സി പുരോഹിത പ്രമുഖന്മാരും ഫരിസേയരും. എവിടെ നിന്നാണ് വളരെ പേർ തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുന്നതിനായി പെസഹായ്ക്ക് മുമ്പേ ജെറുസലേമിലേക്ക് പോയത്? ഓപ്ഷൻ എ പട്ടണങ്ങളിൽ നിന്ന്, ഓപ്ഷൻ ബി ഗ്രാമങ്ങളിൽ നിന്ന്, ഓപ്ഷൻ സി നഗരങ്ങളിൽ നിന്ന്, ഓപ്ഷൻ ഡി യൂദയായിൽ നിന്ന്. ഉത്തരം ഓപ്ഷൻ ബി ഗ്രാമങ്ങളിൽ നിന്ന്. ലാസറിനെ കൂടി കൊല്ലാൻ ആലോചിച്ചത് ആര്? ഓപ്ഷൻ എ ഫരിസേയർ, ഓപ്ഷൻ ബി നിയമജ്ഞർ, ഓപ്ഷൻ സി യഹൂദർ, ഓപ്ഷൻ ഡി പുരോഹിത പ്രമുഖന്മാർ. ഉത്തരം ഓപ്ഷൻ ഡി പുരോഹിത പ്രമുഖന്മാർ. യേശുവിനെ ശുശ്രൂഷിക്കുന്നവരെ ആര് ബഹുമാനിക്കും എന്നാണ് പറയുന്നത്? ഓപ്ഷൻ എ പിതാവ്, ഓപ്ഷൻ ബി ദൈവം, ഓപ്ഷൻ സി യഹോവ, ഓപ്ഷൻ ഡി ജനങ്ങൾ. ഉത്തരം ഓപ്ഷൻ എ പിതാവ്. പിതാവിന്റെ കൽപ്പന എന്താണെന്നാണ് യേശു പറയുന്നത്? ഓപ്ഷൻ എ സ്നേഹം, ഓപ്ഷൻ ബി കരുണ, ഓപ്ഷൻ സി നിത്യജീവൻ, ഓപ്ഷൻ ഡി പരസ്പര സ്നേഹം. ഉത്തരം ഓപ്ഷൻ സി നിത്യജീവൻ. മറിയം യേശുവിനെ പൂശിയ തൈലത്തിന് യൂദാസ് മതിച്ച വിലയെന്ത്? ഓപ്ഷൻ എ
200 ധനാറ, ഓപ്ഷൻ ബി 300 ധനാറ, ഓപ്ഷൻ സി 400 ധനാറ, ഓപ്ഷൻ ഡി 500 ധനാറ. ഉത്തരം ഓപ്ഷൻ ബി 300 ധനാറ. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരം ഉണ്ടായപ്പോൾ ഇടിമുഴക്കം ഉണ്ടായി എന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ യഹൂദർ, ഓപ്ഷൻ ബി ചിലർ, ഓപ്ഷൻ സി ജനങ്ങളിൽ ചിലർ, ഓപ്ഷൻ ഡി ജനക്കൂട്ടം. ഉത്തരം ഓപ്ഷൻ ഡി ജനക്കൂട്ടം. കർത്താവെ, ഞങ്ങളുടെ സന്ദേശം ആര് വിശ്വസിച്ചു? കർത്താവിന്റെ ഭുജം ആർക്കാണ് വെളിപ്പെട്ടത്? ഏത് പ്രവാചകനാണ് ഇത് പറഞ്ഞത്? ഓപ്ഷൻ എ ഏലിയ, ഓപ്ഷൻ ബി ഏഷയ്യ, ഓപ്ഷൻ സി യോന, ഓപ്ഷൻ ഡി ദാനിയേൽ. ഉത്തരം ഓപ്ഷൻ ബി ഏഷയ്യ. ക്രിസ്തു എന്നേക്കും നിലനിൽക്കുന്നു എന്നാണല്ലോ നിയമത്തിൽ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. പിന്നെ മനുഷ്യപുത്രൻ ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു എന്ന് നീ പറയുന്നതെങ്ങനെ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? ഓപ്ഷൻ എ യഹൂദർ, ഓപ്ഷൻ ബി ചിലർ, ഓപ്ഷൻ സി ജനങ്ങളിൽ ചിലർ, ഓപ്ഷൻ ഡി ജനക്കൂട്ടം. ഉത്തരം ഓപ്ഷൻ ഡി ജനക്കൂട്ടം. ഗലാത്തിയ 1:19 കർത്താവിന്റെ സഹോദരൻ എന്ന് ആരെക്കുറിച്ചാണ് പൗലോസ്ലിഹ പറയുന്നത്? ഓപ്ഷൻ എ യൂദാസ്, ഓപ്ഷൻ ബി യാക്കോബ്, ഓപ്ഷൻ സി കേപ്പ, ഓപ്ഷൻ ഡി തീത്തോസ്. ഉത്തരം ഓപ്ഷൻ ബി യാക്കോബ്. യഹൂദനായി നീ യഹൂദനെ പോലെയല്ല, വിജാതീയനെ പോലെയാണ് ജീവിക്കുന്നത്. ആര് ആരോട് പറഞ്ഞു? ഓപ്ഷൻ എ പൗലോസ് ലീഹ തീത്തോസിനോട്, ഓപ്ഷൻ ബി പൗലോസ് ലീഹ യാക്കോബിനോട്, ഓപ്ഷൻ സി പൗലോസ് ലീഹ കേപ്പയോട്, ഓപ്ഷൻ ഡി പൗലോസ് ലീഹ തിമോത്തിയോസിനോട്. ഉത്തരം ഓപ്ഷൻ സി പൗലോസ് ലീഹ കേപ്പയോട്. ഗലാത്തിയ 3:1 പൗലോസ് ലീഹ ഗലാത്തിയക്കാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? ഓപ്ഷൻ എ ഭോഷന്മാരായ, ഓപ്ഷൻ ബി വിഡ്ഢികളായ, ഓപ്ഷൻ സി അല്പവിശ്വാസികളായ, ഓപ്ഷൻ ഡി അവിശ്വാസികളായ. ഉത്തരം ഓപ്ഷൻ എ ഭോഷന്മാരായ. ആരുടെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു? ഓപ്ഷൻ എ വചനത്തിന്റെ, ഓപ്ഷൻ ബി മോശയുടെ, ഓപ്ഷൻ സി ക്രിസ്തുവിന്റെ, ഓപ്ഷൻ ഡി യേശുവിന്റെ. ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിന്റെ. ഗലാത്തിയ 4:19 പൗലോസ് ലീഹ ഗലാത്തിയക്കാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? ഓപ്ഷൻ എ കുഞ്ഞുങ്ങളെ, ഓപ്ഷൻ ബി എൻ്റെ കുഞ്ഞുമക്കളെ, ഓപ്ഷൻ സി കുഞ്ഞുമക്കളെ, ഓപ്ഷൻ ഡി മക്കളെ. ഉത്തരം ഓപ്ഷൻ ബി എൻ്റെ കുഞ്ഞുമക്കളെ. സ്നേഹത്തിലൂടെ ഡാഷ് വിശ്വാസമാണ് സുപ്രധാനം. വചനഭാഗം പൂരിപ്പിക്കുക. ഓപ്ഷൻ എ പ്രവർത്തനപരമായ, ഓപ്ഷൻ ബി പ്രാവർത്തികമായ, ഓപ്ഷൻ സി പ്രവർത്തന നിരതമായ, ഓപ്ഷൻ ഡി പ്രവർത്തിക്കുന്ന. ഉത്തരം ഓപ്ഷൻ സി പ്രവർത്തന നിരതമായ. ഗലാത്തിയ 6:1 6:18 ഗലാത്തിയക്കാരെ സംബോധന ചെയ്യുന്നത് എങ്ങനെ? ഓപ്ഷൻ എ സഹോദരരെ, ഓപ്ഷൻ ബി മക്കളെ, ഓപ്ഷൻ സി ഭോഷന്മാരെ, ഓപ്ഷൻ ഡി ആത്മീയരെ. ഉത്തരം ഓപ്ഷൻ എ സഹോദരരെ. വിശുദ്ധ പൗലോസ് പ്രസംഗിച്ചതിൽ നിന്നും വ്യത്യസ്തമായൊരു സുവിശേഷം സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതൻ തന്നെയോ പ്രസംഗിച്ചാൽ എന്ത് സംഭവിക്കും എന്ന് പൗലോസ് ലീഹ പറയുന്നു? ഓപ്ഷൻ എ നശിച്ചു പോകും, ഓപ്ഷൻ ബി മരണമടയും, ഓപ്ഷൻ സി ശപിക്കപ്പെട്ടവനാകും, ഓപ്ഷൻ ബി തിരസ്കൃതനാകും. ഉത്തരം ഓപ്ഷൻ സി ശപിക്കപ്പെട്ടവനാകും. വിശുദ്ധ പൗലോസിന്റെ വംശത്തിൽപ്പെട്ട സമപ്രായക്കാരേക്കാൾ എന്ത് കാര്യത്തിലാണ് വിശുദ്ധ പൗലോസ് മുൻപന്തിയിൽ ആയിരുന്നത്? ഓപ്ഷൻ എ യഹൂദ മതകാര്യങ്ങളിൽ, ഓപ്ഷൻ ബി പാരമ്പര്യത്തിൽ, ഓപ്ഷൻ സി അനുസരണത്തിൽ, ഓപ്ഷൻ ഡി നിയമത്തിൽ. ഉത്തരം ഓപ്ഷൻ എ യഹൂദ മതകാര്യങ്ങളിൽ. എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് വിശുദ്ധ പൗലോസ് ദമാസ്കസിൽ നിന്നും ജെറുസലേമിലേക്ക് പോയത്? ഓപ്ഷൻ എ 2 വർഷങ്ങൾക്ക് ശേഷം, ഓപ്ഷൻ ബി 3 വർഷങ്ങൾക്ക് ശേഷം, ഓപ്ഷൻ സി 4 വർഷങ്ങൾക്ക് ശേഷം, ഓപ്ഷൻ ഡി 8 വർഷങ്ങൾക്ക് ശേഷം. ഉത്തരം ഓപ്ഷൻ ബി 3 വർഷങ്ങൾക്ക് ശേഷം. വിശുദ്ധ പൗലോസ് ജെറുസലേമിലേക്ക് വീണ്ടും പോയത് എത്ര വർഷത്തിന് ശേഷമാണ്? ഓപ്ഷൻ എ 12 വർഷങ്ങൾക്ക് ശേഷം, ഓപ്ഷൻ ബി 13 വർഷങ്ങൾക്ക് ശേഷം, ഓപ്ഷൻ സി 11 വർഷങ്ങൾക്ക് ശേഷം, ഓപ്ഷൻ ഡി 14 വർഷങ്ങൾക്ക് ശേഷം. ഉത്തരം ഓപ്ഷൻ ഡി 14 വർഷങ്ങൾക്ക് ശേഷം. വിശുദ്ധ പൗലോസിനൊപ്പം ഉണ്ടായിരുന്ന തീത്തോസ് എവിടുത്തുകാരനായിരുന്നു? ഓപ്ഷൻ എ റോമാക്കാരൻ, ഓപ്ഷൻ ബി എഫേസോസുകാരൻ, ഓപ്ഷൻ സി ഗ്രീക്കുകാരൻ, ഓപ്ഷൻ ഡി ജെറുസലേംകാരൻ. ഉത്തരം ഓപ്ഷൻ സി ഗ്രീക്കുകാരൻ. വിജാതിയരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ച വിശുദ്ധ പൗലോസിനോട് യാക്കോബ്, കേപ്പ, യോഹന്നാൻ എന്നിവർ കൊടുത്ത ഏക അഭ്യർത്ഥന എന്തായിരുന്നു? ഓപ്ഷൻ എ കൂട്ടായ്മ നഷ്ടമാകരുത്, ഓപ്ഷൻ ബി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം, ഓപ്ഷൻ സി സുവിശേഷം പ്രസംഗിക്കണം, ഓപ്ഷൻ ഡി സഹനങ്ങൾ ഏറ്റെടുക്കണം. ഉത്തരം ഓപ്ഷൻ ബി പാവങ്ങളെപ്പറ്റി ചിന്ത വേണം. ദൈവപുത്രനിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ പൗലോസ് നിരാകരിക്കാതിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ദൈവത്തിന്റെ കൃപ, ഓപ്ഷൻ ബി സുവിശേഷം, ഓപ്ഷൻ സി ദൈവത്തിന്റെ ദാനം, ഓപ്ഷൻ ഡി വിശ്വാസം. ഉത്തരം ഓപ്ഷൻ എ ദൈവത്തിന്റെ കൃപ. എന്തിലാണ് മേന്മ ഭാവിക്കേണ്ടത്? ഓപ്ഷൻ എ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ, ഓപ്ഷൻ ബി ഏകപിതാവായ ദൈവത്തിൽ, ഓപ്ഷൻ സി നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സഹനങ്ങളിൽ,
ഓപ്ഷൻ ഡി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ. ഉത്തരം ഓപ്ഷൻ ഡി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കുരിശിൽ. ഉദ്ധരിക്കുക യോഹന്നാൻ 12-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ, ഗലാത്തിയ 3-ാം അധ്യായം 28 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ, സഭാപ്രസംഗകൻ 1-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻസായി അറിയിക്കുകയും വേണം. ഈശോ നാം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.